നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. SIT ചോദ്യം ചെയ്യലിൽ സത്യങ്ങൾ തുപ്പി അടൂർ പ്രകാശ്. പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. അതൊരു കുരുക്കാണ്. പ്രകാശുമായുള്ള ബന്ധത്തിന്റെ ചില നിർണായക വിവരങ്ങൾ പോറ്റി SITക്ക് നൽകിയിരുന്നു. തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു നീക്കം. പക്ഷേ കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തിരുന്നില്ല. ഇത് പിണറായി വിജയന്റെ കൃത്യം തിട്ടൂരമാണ്. അവനെ അങ്ങാടിയിൽ 4 ആള് കൂടുന്നിടത്ത് കിട്ടണം എനിക്ക്, ആ ഒരു ലൈൻ. അടൂർ പ്രകാശിന്റെ അറസ്റ്റിൽ CM ഓഫീസിൽ ആവേശവും ആഘോഷവുമാണ്. CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ അത് ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. നിയമസഭയിൽ സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാടിയ പാട്ട്. ഇന്ന് നേരം പുലർന്നപ്പോൾ കോൺഗ്രസിന്റെ നെഞ്ചത്ത് ഉഗ്രസ്ഫോടനം. അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരഞ്ഞുകൂവി KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അതല്ലല്ലോ അണ്ണന്മാരെ സത്യം. ഇതിൽ രാഷ്ട്രീയ കളിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് പക്ഷേ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലല്ല, കടകംപള്ളിയുടെ അറസ്റ്റ് വൈകുന്നതാണ്. SITക്ക് മേലെ വലിയ സമ്മർദ്ദമുണ്ട് അറസ്റ്റ് വൈകിപ്പിക്കാൻ. അതിനിടയിലായിരുന്നു അടൂർ പ്രകാശിന്റെ ഈ ഒരു ചോദ്യം ചെയ്യലും നടന്നിരിക്കുന്നത്. ഇത് കൃത്യമായി കടകംപള്ളിയെ തൽക്കാലത്തേക്കൊന്ന് സംരക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ്. പക്ഷേ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ അത് ഏറ്റവും നിർണായകമായിരുന്നു. അടൂർ പ്രകാശ് തൂങ്ങിയതോടെ കോൺഗ്രസുകാർ മോങ്ങൽ ഒരു വഴിക്കൂടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാനും നല്ല രസമാണ്. കാരണം അടൂർ പ്രകാശ് ഒക്കെ എന്താ അത്ര അങ്ങ് നല്ലവരാണോ? CPM ചെയ്യുന്ന അതേ പണി തന്നെയാണ് കോൺഗ്രസും ചെയ്യുന്നത്. അതായത് വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ തള്ളി പറയാതെ CPM ഇപ്പോഴും ചേർത്ത് പിടിക്കുകയാണല്ലോ. അടൂർ പ്രകാശിനെയും ആന്റണിയെയും ഒക്കെ ഇങ്ങനെ അങ്ങ് ചേർത്ത് അട്ടത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അടൂർ പ്രകാശിനെതിരെയൊക്കെ ചില്ലറ വിവാദങ്ങളും ആരോപണങ്ങളും അല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ടും ഈ നേതാക്കളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ആദ്യം രമേശ് ചെന്നിത്തല ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചതോടുകൂടിയായിരുന്നല്ലോ SIT അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. എന്നാൽ ആ സമയത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അടൂർ പ്രകാശിനൊക്കെ പോറ്റിയുമായിട്ട് എന്താണ് ബന്ധമെന്ന് അവർ തന്നെ വ്യക്തമാക്കണം, പാർട്ടിക്ക് കളങ്കമുണ്ടാക്കരുത് എന്ന്. പക്ഷെ പിന്നീട് അത്തരത്തിൽ ആരും സംസാരിക്കാൻ കോൺഗ്രസിൽ നിന്ന് തയ്യാറായില്ല. പകരം ഈ അടൂർ പ്രകാശിനെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിനാണ് ഇപ്പോൾ 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നിരിക്കുന്ന ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണ്, ശബരിമല വിഷയത്തിൽ കടകംപള്ളിയെ രക്ഷിക്കാനുള്ള കളി എന്നൊക്കെയാണ് KC വേണുഗോപാലും K സുധാകരനും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത്. അല്ല കൊങ്ങുകളെ, അടൂർ പ്രകാശ് അത്ര നല്ലവനാണോ? അത് നിങ്ങളൊന്ന് വിവരിക്കണം. പോറ്റിയെ അറിയേയില്ല എന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത്. പിന്നെ ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ അറിയാമെന്ന് സമ്മതിച്ചു. 2019 പോറ്റിയെ പരിചയം എന്ന് വീണ്ടും ഒരു കള്ളം പറഞ്ഞു അടൂർ പ്രകാശ്. അതും പാളിയല്ലോ. 2017 പോറ്റിയുമായി അടൂർ പ്രകാശിനുണ്ടായിരുന്ന ബന്ധത്തിന്റെ വിവരങ്ങൾ തെളിവടക്കം പുറത്തു വന്നു. അപ്പോൾ അത് വീണ്ടും സമ്മതിച്ചു. ബംഗളൂരുവിൽ വെച്ച് പലതവണയാണ് പോറ്റിയുമായിട്ട് ഈ അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തിന്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. സോണിയാഗാന്ധിയെ കാണാൻ വരെ പോറ്റിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോകുമ്പോൾ ഈ കേസിലെ 9ാം പ്രതി, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 9ാം പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് കാര്യത്തിനായിരുന്നു ഈ കൊള്ളക്കൂട്ടത്തെയൊക്കെ അങ്ങ് സോണിയാഗാന്ധിയെ കൊണ്ടുപോയി കാണിച്ചത്? സോണിയാഗാന്ധി അങ്ങനെ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒന്ന് കാണാൻ കിട്ടാറില്ല. അവിടെ അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ പോറ്റിക്ക് അവസരം 2 തവണ ഉണ്ടാക്കി കൊടുത്തത്. അതിനു മാത്രം എന്താണ് അടൂർ പ്രകാശും പോറ്റിയുമായിട്ടുള്ള ബന്ധം? അതിനുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ? എന്നിട്ടും കിടന്നങ്ങ് മോങ്ങുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. KC വേണുഗോപാലിന്റെ കരച്ചിൽ പിണറായി വിജയൻ SITയെ കൊണ്ട് ഞങ്ങളെ വേട്ടയാടുന്നു എന്നൊക്കെയാണ്. ഇവിടെ ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത്, നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ മാത്രം ഇത് രാഷ്ട്രീയ പ്രേരിതമായി. കൊള്ളാലോ ഈ പ്രത്യേകതരം മോങ്ങൽ. ഇത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള മോങ്ങലുകൾക്ക് ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. താൻ എന്തിനാണോ ഈ കരയുന്നത് വേണുഗോപാലെ? അടൂർ പ്രകാശ് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. കേരളത്തിലെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിൽ SIT അന്വേഷണം നടത്തുകയാണ്. ഡിവിഷൻ ബെഞ്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ കോൺഗ്രസെ? അല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. പോറ്റി എന്തിന് സോണിയെ കണ്ടു? അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി വേണുഗോപാല. അല്ലെങ്കിൽ സതീശൻ പറയട്ടെ, നിങ്ങളെ വെറുതെ വിട്ടേക്കാം. ഏറ്റവും കൂടുതൽ തവണ പോറ്റിയുമായി കിടന്നുറങ്ങിയ അടൂർ പ്രകാശ്, പോറ്റിയുടെ കൂടെ പെറ്റുകിടക്കുകയായിരുന്നു അടൂർ പ്രകാശ്. എന്നിട്ടും പ്രതികരണം വന്നപ്പോഴെന്തായിരുന്നു? എനിക്കറിയില്ല എന്നുള്ള കള്ളം പറഞ്ഞു.
ശബരിമലയിൽ ഈ പോറ്റിയെ എത്തിച്ചതിലൊക്കെ കൃത്യമായ ചില കളികൾ നടന്നിട്ടുണ്ട്. അതിന്റെ റൂട്ട് മാപ്പാണ് പരിശോധിക്കേണ്ടത്, അതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. 2 തവണ ജൻപതിൽ സോണിയയോടൊപ്പം യാദൃശ്ചികം, എയർപോർട്ടിൽ വെച്ച് വീണ്ടും യാദൃശ്ചികം, പോറ്റിയുടെ വീട്ടിൽ നിരവധി തവണ യാദൃശ്ചികം. അടൂർ എന്ന ബാർ മുതലാളി ചില്ലറ കള്ളനല്ല എന്നാണ് മലയാളികൾ പ്രതികരിക്കുന്നത്. എല്ലാവരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നല്ലേ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ക്ഷമിക്കുക, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹൈക്കോടതിയും രാഷ്ട്രീയ കളിക്ക് ഇറങ്ങി എന്നാണോ വേണുഗോപാൽ പറയുന്നത്? പോറ്റിയുമായി അടുത്ത ബന്ധം പ്രകാശിനുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ വരെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് കോടതിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലെ അന്വേഷണം അല്ലാതെ പിണറായിയുടെ മേൽനോട്ടത്തിലല്ല ഇവിടെ അന്വേഷണം നടക്കുന്നത്. പുതുയുഗ യാത്രയുടെ പേര് എന്തായാലും ഇനി മാറ്റി പോറ്റി യുഗ യാത്ര എന്നാക്കേണ്ടി വരും. അല്ലെങ്കിൽ അതും മാറ്റിയിട്ട് ജയിൽ യുഗ യാത്രയാക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും എന്നാണ് പലരും പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എന്തുമാകാമെന്നാണോ? ഏത് രാഷ്ട്രീയത്തിലുള്ളവരായാലും അഴിമതി കാണിച്ചാൽ പിടിക്കപ്പെടണം. ഇതിപ്പോൾ ശബരിമല അയ്യപ്പനെയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ അവന്മാരാണെങ്കിലും എവിടെയൊക്കെ കൊമ്പത്തിരിക്കുന്നവന്മാരാണെങ്കിലും ഇങ്ങ് താഴെ ഇറങ്ങും, ഹൈക്കോടതി താഴെ ഇറക്കും. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു, നല്ല കാര്യം. ശബരിമലയിൽ തൂങ്ങി രക്ഷപ്പെടാമെന്നാണ് UDF കരുതിയത്. അവസാനം വിചാരിച്ചതുപോലെ തന്നെ പോറ്റിയെ കയറ്റിയവരും കട്ടവരും എല്ലാം കുടുങ്ങുകയാണ്. വേണുഗോപാൽ അറിയാതെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റി എത്താൻ സാധ്യതയില്ല. ഇത് സത്യാനന്തര കാലം. ഓപ്ഷൻ തുറന്നു കിടക്കുകയാണ്. BJPയിൽ ചേരൽ. പക്ഷേ കേരളത്തിൽ നിന്നിട്ട് കാര്യമുണ്ടാകില്ല. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും സാമാന്യ ബോധമുള്ളവരാണ്. ശബരിമല വിശ്വാസികളെ പറ്റിച്ചവരോട് കേരളത്തിലെ ശബരിമല വിശ്വാസികൾ തീർച്ചയായും പ്രതികരിക്കും. അവർ മറുപടിയും നൽകും. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞു നടന്ന നുണകൾ പൊളിയും. കുറെ ദിവസമായിട്ട് നിങ്ങൾ നിയമസഭയിൽ ഇതിന്റെ പേരിൽ നാടകം കളിക്കുന്നു. അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറല്ല, അതിനൊട്ട് ധൈര്യവുമില്ല. സർക്കാരുമായി ഈ വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വെക്കാൻ നിങ്ങൾ തയ്യാറല്ല. എന്നാലോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും വേണം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാക്കാനിരുന്ന UDFനെ വെട്ടിലാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തല പിളരുന്ന അടി തന്നെയാണ്. അടൂർ പ്രകാശ് SITക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരനും ഒക്കെ മോങ്ങല് തുടങ്ങിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട്. ഇരവാദം മുഴക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SIT ചോദ്യം ചെയ്യലിന് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയത്. അല്ലാതെ ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമല്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഇവിടെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് നടന്നിരിക്കുന്നതെങ്കിൽ ഹൈക്കോടതി തന്നെ SITയെ പൊളിച്ചടുക്കും. പക്ഷേ ഇവിടെ ഈ പറയുന്ന അടൂർ പ്രകാശിനെയൊക്കെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു എന്ന വിവരങ്ങൾ ഹൈക്കോടതിക്ക് മുൻപിൽ ഇതിനു മുൻപേ എത്തിയതാണ്. അപ്പോൾ ഒന്നും ഹൈക്കോടതി തടഞ്ഞില്ലല്ലോ. കാരണം സീൽ വെച്ച കവറിൽ ചില നിർണായക രേഖകളൊക്കെ SIT ഹൈക്കോടതിക്ക് മുൻപിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പല പേരുകളുമുണ്ട്. അവരെയൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയും അതിനെ തടയില്ല. ഇപ്പോൾ നടന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിത കളിയാണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി അങ്ങ് കരയണം. വേണ്ട, ധൈര്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് തയ്യാറായനെയല്ലോ. എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? പകരം കിടന്നങ്ങ് ബഹളം വയ്ക്കുകയായിരുന്നു. അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ മുൻപ് നിയമസഭ തല്ലിപ്പൊളിച്ചതുപോലത്തെ ഉള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും കഴിയില്ല. കാരണം തീച്ചൂളയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് അതെല്ലാം. ഇനി ആന്റണി MP-യിലേക്കാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചതിൽ അടൂർ പ്രകാശിനും അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റണിക്കുമൊക്കെ പങ്കുണ്ട്. KC വേണുഗോപാലിനും അതിൽ നിന്ന് തടിയൂരാൻ കഴിയില്ല. കാരണം സോണിയാഗാന്ധിയുടെയൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ച് കൊടുക്കണമെങ്കിൽ അതിന് KC വേണുഗോപാലിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കണം. അപ്പോൾ KC വേണുഗോപാലും ഇപ്പോൾ തീച്ചൂളയിലേക്ക് വീണിരിക്കുകയാണെന്നാണ് മലയാളികൾ പ്രതികരിക്കുന്നത്. ഇതിനിടയിൽ സർക്കാരിന്റെ രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട്. കാരണം കടകംപള്ളിയെ ഇതുവരെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ, അറസ്റ്റിന് വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് SIT പറഞ്ഞിരുന്നു. കാരണം മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നായിരുന്നു SIT വ്യക്തമാക്കിയത്. ഹൈക്കോടതി ഇനി ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നില്ല, കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരിക്കും. മുൻപ് നമ്മൾ കണ്ടതായിരുന്നു ഹൈക്കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാത്തതിൽ SITയെ നിർത്തിപ്പൊളിക്കുന്നത്. ഇനി അടുത്തത് കടകംപള്ളിയുടെ കാര്യത്തിലായിരിക്കും അത് നടക്കാൻ പോകുന്നത്. സർക്കാരിനും
CPM-നും ഭയം തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും കടകംപള്ളിക്ക് കുരുക്ക് വീഴാം. എങ്ങനെയെങ്കിലും പരമാവധി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ കേസ് ഒന്ന് തള്ളിക്കൊണ്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് അധികം മുൻപോട്ട് കൊണ്ടുപോകാൻ ഹൈക്കോടതി അനുവദിക്കാൻ സാധ്യതയില്ല. കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയുടെ അറസ്റ്റ് ഇനിയും വൈകിപ്പിക്കാൻ കഴിയുകയില്ല. ഒരുപക്ഷെ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ ഇനി വരുന്നത് ചിലപ്പോൾ അടൂർ പ്രകാശിന്റെ അറസ്റ്റ് ആകാം. കാരണം നമ്മൾ മുൻപ് കണ്ടതായിരുന്നു, ചോദ്യം ചെയ്യലിന് ആദ്യം എല്ലാവരെയും വിളിപ്പിക്കുന്നു, രണ്ടാമത്തെ തവണ വിളിപ്പിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് എന്ന നടപടിയായിരുന്നു. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിനും കോടതിക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ അറസ്റ്റിനും സാധ്യതയേറെയാണ്. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിന്റെ അറസ്റ്റിന് ശേഷമായിരിക്കും കടകംപള്ളിയുടെ അറസ്റ്റ് നടക്കുക. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭരണകൂടം ഈ കാത്തിരിക്കുന്നത്. എന്തായാലും പോറ്റിയെ കയറ്റിയവരും കട്ടവരും എല്ലാം അടിമുടി തീച്ചൂളയിലേക്ക് വീണിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.